വർക്ക് ഏരിയയുടെ മുകൾ വശത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അതിന് ഞാനൊന്ന് ഇളകിയിരിക്കുന്നതിന് തട്ടി താഴത്തോട്ട് ഇട്ടിട്ടുണ്ട്. പാറക്കുട്ടി വർക്ക് ഏരിയയിലൊക്കെ വരുന്നതാണ്, അപ്പോൾ തലയിൽ കൂടി വീഴണ്ടെന്നോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തുണികളൊക്കെ വിരിച്ചിട്ട് കിച്ചണിലോട്ട് കയറി ഒരു കട്ടൻ കുടിക്കാൻ നേരത്തി. ഇപ്പോൾ കട്ടൻ്റെ കൂടെ കഴിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ പെട്ടെന്ന് തേങ്ങ തിരുവിയിട്ട് കുറച്ച് അരി എടുത്ത് കഴുകി വൃത്തിയാക്കി ചൂടായ ഒരു പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാറക്കുട്ടി വന്ന് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരി വറുക്കുന്ന പരിപാടി പാറക്കുട്ടിക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ തിരികെ എടുത്തു. നന്നായിട്ട് അരി പൊട്ടി വറന്ന് നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുക. അടിച്ച് നന്നായിട്ടൊന്ന് പൗഡർ ഫോമിലോട്ട് ആകുമ്പോൾ തേങ്ങ തിരികെ വെച്ചേക്കുന്ന തേങ്ങയിലോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ശർക്കര എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ശർക്കര, മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് ശർക്കര എടുത്ത് അതിനെയും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ട് ഈ കൂട്ടിലോട്ട് തേങ്ങയും അരിപ്പൊടിയും ശർക്കരയും കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടിപൊളി അരി വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും അമ്മ ഇതുപോലെ അരി വറുത്തതൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിച്ചു. അത്രയേ ഉള്ളൂ ചേട്ടാ.